ഏതോ ഒരു അൻസിൽ ജലീലിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ അൻസിൽ ജലീൽ ഞാൻ തന്നെ ആകണമെന്നും ആ അൻസിൽ ജലീൽ ഞാൻ തന്നെയാണെന്നും എന്നിലൂടെ അല്ലെങ്കിൽ കേസ് സംസ്ഥാന കൺവീനർ അൻസിൽ ജലീൽ തന്നെയാണെന്നും ഞങ്ങളുടെ സംഘടനയെ മോശമാക്കി ചിത്രീകരിക്കാനുമായിട്ട് കാട്ടിക്കൂട്ടിയ ഒരു ഗൂഢാലോചനയാണെന്ന് ഞാൻ അന്നും പറയുന്നു, ഞാൻ ഇന്നും പറയുന്നു. അന്വേഷണം തുടങ്ങിയപ്പോൾ തൊട്ട് എന്തുവാ പറയേണ്ട, അന്വേഷണം തുടങ്ങിയ അന്നു മുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരുന്നു. അന്വേഷണം എന്തായാലും ഇപ്പോൾ ഒരു 6 മാസമായി. ഈ 6ാമത്തെ മാസം ഈ അന്വേഷണത്തിൻ്റെ ഫലം ഞാൻ നിരപരാധിയാണെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് സംഘടനാ പ്രവർത്തനമായിട്ട് പോകുക. അന്നും SFIയുടെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പ്രശ്നം ഉണ്ടാവാൻ അല്ലെങ്കിൽ അൻസിൽ ജലീൽ എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിനെതിരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉണ്ടാവാൻ കാരണമായ സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. SFI നേതാക്കൾക്കെതിരെ നിരന്തരമായി കെ വിദ്യയും SFI സംസ്ഥാന ഭാരവാഹികൾക്കെതിരെയും കായംകുളത്ത നേതാക്കന്മാർക്കെതിരെയും തിരുവനന്തപുരത്തെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി ഓരോ ദിവസവും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തെളിവോടുകൂടി അല്ല അവരത് യൂണിവേഴ്സിറ്റികളിൽ ഉപയോഗിച്ച് അല്ലെ അവർ ആ സർട്ടിഫിക്കറ്റ് വെച്ച് തൊഴിൽ നേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും വാർത്തകൾ ഈ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വരുമ്പോൾ അത് ടാക്ലിങ് ചെയ്യാനായിട്ട് SFI നടത്തിയ ഒരു അല്ലെ CPMൻ്റെ കൂടി SFI എല്ലാം കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ്. അല്ല, ഈ ഒരു റാൻഡമായിട്ട് അൻസിലിനെ ഇങ്ങനെ പിക്ക് ചെയ്ത് നിങ്ങൾക്കെതിരെ വാർത്ത ചമയ്ക്കുമായിരുന്നു, അതല്ല നിങ്ങളോട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നു? എനിക്കറിയത്തില്ല എന്ത് പറ്റിയതാണ്, എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. ഞാനോ ഇല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളോ, ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ തീർച്ചയായും അങ്ങനെ ആകുമായിരുന്നു. ഈ പറയുന്ന ഈ ലേഖകൻ എന്നെ 13-ാം തീയതിയാണ് ഈ വാർത്ത വരുന്നത്, ജൂൺ 13-ന്. അതിനു മുമ്പ് ഈ ലേഖകൻ എന്നെ ഫോണിൽ വിളിച്ചു, എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. അന്ന് ഞാൻ ആ ലേഖകനോട് പറഞ്ഞു, ചേട്ടാ ഞാനിത് ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല, നിങ്ങൾക്കിവിടെ പ്രാദേശിക ലേഖകന്മാരും മറ്റ് സംവിധാനങ്ങളും ഉണ്ടല്ലോ, നിങ്ങളത് തിരക്കി നിങ്ങൾക്ക് നിജസ്ഥിതി അറിയാവോ എന്ന് ചോദിച്ചു. അല്ല, നീ ചെയ്തിട്ടുണ്ട്. അതായത് അത് കഴിഞ്ഞ് ഈ മീഡിയ വണ്ണിൻ്റെ ഈ ചാനലിൽ വന്നിരുന്ന് SFIയുടെ ഒരു സംസ്ഥാന ഭാരവാഹി പ്രതി ഞാനാണെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയതുപോലെ ഇതാ ഘോഷയാത്രയായി വരുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റുകളും എൻ്റെ കൂട്ടുകാരുടെ പേര് എടുത്തിടുകയും എൻ്റെ സ്നേഹിതന്മാരുടെ പേര് എടുത്തിടുകയും എൻ്റെ നേതാക്കന്മാരുടെ പേര് മോശക്കാരാക്കാനും ഒക്കെ കാണിക്കുന്നത് എന്തിനായിരിക്കുമെന്ന് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ്. അൻസിൽ ഈ ദേശാഭിമാനിയുടെ ലേഖകൻ അൻസിലിനെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അൻസിലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയാം അതെ, അൻസിൽ KSUവിൻ്റെ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സംസ്ഥാന കൺവീനറാണ്. അൻസിൽ ജലീലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടല്ലോ, എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്താണ് കാര്യമെന്ന്, ഇന്ന പോലെയാണ് കാര്യങ്ങൾ. ഞാനപ്പോൾ പറഞ്ഞു, ചേട്ടാ എനിക്കറിയാത്ത കാര്യമാണ്, ചേട്ടൻ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി അത് ചെയ്യരുത്, എനിക്കറിയത്തില്ല, ഇല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. അതായത് പുള്ളി നേരത്തെ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഇത് നാളെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു, അതിനു മുമ്പ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എന്നെ വിളിച്ച് സംസാരിച്ചതാകുമെന്നാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് വളരെ വ്യക്തമായി പുള്ളി കാര്യങ്ങൾ പറഞ്ഞു. ഞാനും തിരിച്ച് വ്യക്തമായി പുള്ളിയെടുത്ത് അതിന് ഡിഫെൻഡ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ഒരു ബ്രേക്കിങ്ങിന് വേണ്ടി ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ അടിച്ചു വരികയും അന്ന് തൊട്ട് വരുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മൾ വ്യാജനാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വ്യാജനല്ല എന്ന് പൊതുസമൂഹത്തിനെയും എൻ്റെ സംഘടനയിലുള്ള ആൾക്കാരെയും എൻ്റെ പാർട്ടിക്കാരെയും എൻ്റെ ബന്ധുക്കാരെയും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഒരു പൂർണ്ണ ഉത്തരവാദിത്വം എന്നിലോട്ട് മാത്രമായി മാറി. ഇപ്പം നാളെ ഒരു ദിവസം ഏതെങ്കിലും ഒരാളെ ഈ ആങ്കറായിരിക്കുന്ന ആളാണെങ്കിൽ പോലും പേരെടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ആർക്കും ചെയ്യാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് പത്രത്തിൽ അടിച്ചു വന്ന് ആർക്കും എന്തും പറയാനും അടിച്ചു വരുത്താനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായ ഒരു പത്രവും ചാനലുകളും മാറുമ്പോൾ അത് സാധാരണ ആൾക്കാർക്കുണ്ടാവുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചെറുതല്ല, അത് നല്ലതല്ല എന്ന് തന്നെയാണ്. നിയമപരമായി മുന്നോട്ട് പോകാനും നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ളത് കൊണ്ട് കുറേയധികം പോലീസുകാരെ എൻ്റെ വീട്ടിൽ വന്ന് പോലീസുകാർ സംസാരിക്കുകയും വീട്ടിൽ വരികയും ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലെത്തുകയും ഞാൻ പഠിച്ച കോളേജ് ST കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുകയും എൻ്റെ കാര്യങ്ങൾ തിരക്കുകയും നിരന്തരമായി അവരുമായിട്ടുള്ള കാര്യങ്ങൾ PSC രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തിരക്കുകയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തിരക്കുകയും എല്ലാം തിരക്കിയതിന് ശേഷമാണ് ഞാൻ വളരെ വ്യക്തമായി ക്ലിയറായി അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. പോലീസുകാർ വളരെ നന്നായി തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്നെ കേസുമായി ഞാനോട്ട് സഹകരിക്കുകയും ചെയ്തു. അൻസിൽ എന്താണ് പഠിച്ചത്? അൻസിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അൻസിൽ പഠിച്ചതല്ലാത്ത മറ്റെന്ത് ബിരുദ സർട്ടിഫിക്കറ്റാണ് ഇവരുണ്ടാക്കിയത്?
ഞാൻ പഠിച്ചത് BA ഹിന്ദി ലിറ്ററേച്ചർ 2014-17 ബാച്ചിൽ ആലപ്പുഴ ST കോളേജിലാണ് പഠിച്ചത്. ഞാൻ അന്നും പറയുന്നു, ഞാൻ ഇന്നും പറയുന്നു, ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ആലപ്പുഴ കൊമ്മാടിയിൽ എനിക്കൊരു കോഫി ഷോപ്പുണ്ട്. അല്ലാതെ ഒരു ഷോപ്പും കൂടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അതിൻ്റേതായ രീതിയിൽ ഓടുകയാണ്. അതാണ് ഇപ്പം ഞാൻ നിലവിൽ ചെയ്യുന്ന ജോലി. ഇവർ പറയുന്നത് ഞാനൊരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു പണമിടപാട് സ്ഥാപനത്തിൽ ജോലി നേടുകയും അവിടുത്തെ അതായത് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കളക്ഷൻ എക്സിക്യൂട്ടീവിന് ജോലിക്ക് വേണ്ടി ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ പോലീസുകാർ ഈ പറഞ്ഞ പണമിടപാട് സ്ഥാപനത്തിൽ ചെല്ലുകയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തോ എന്നൊരു ചോദിക്കുകയും വിവരാവകാശം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വ്യക്തമായി തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അന്നും പറയുന്നു, ഞാൻ ഇന്നും പറയുന്നു, ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള ജോലികളല്ല ചെയ്തിരുന്നത്. 10ാം ക്ലാസ്സും +2 വെച്ചിട്ടുള്ള ജോലികളായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു കോഫി ഷോപ്പാണുള്ളത്, എൻ്റെ ഉപജീവന മാർഗം കോഫി ഷോപ്പാണ്.